സുരക്ഷിതമായിട്ടും കിട്ടി എന്നുള്ളതാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ നമ്മളെ കൺമുമ്പിൽ വന്ന ഈ വലിയ വളർച്ചയുണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഡ്രീം ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പുലർച്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. പുതിയൊരു കെട്ടിടം, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, ഒരുപാട് വലിയ പദ്ധതികളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് സ്കൂളിൻ്റെ വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്. ആ വണ്ടികളിലൊന്നും നമ്മളെ കുട്ടികൾ കയറാതെ നമ്മളെ കുട്ടികളെ ഇങ്ങോട്ട് തന്നെ കയറ്റി വിടുന്നതിൻ്റെ പിന്നിലുള്ള നമുക്കൊരു ചേതോവികാരം ഉണ്ടാവും. എന്തിനാണ് നമ്മൾ നൈസ് പബ്ലിക് സ്കൂളിലേക്ക് നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞയക്കുന്നത്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്കൂൾ എന്താണ് കുട്ടികൾക്ക് നൽകുന്നത് എന്നത് അത് തിരിച്ചറിഞ്ഞ രക്ഷിതാക്കളുടെ റിസൾട്ടിൻ്റെ ഫലമാണ് വർഷാവർഷം കൂടി വരുന്ന അഡ്മിഷൻ. അതുകൊണ്ടാണ് നമുക്ക് പുതിയ സൗകര്യങ്ങളും കണ്ടെത്തേണ്ടി വരുന്നത്. അപ്പോൾ തികച്ചും മാതൃകാപരമായ ഒരു വിദ്യാഭ്യാസം മാത്രമല്ല, മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരു ലോകത്തേക്കും വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് തന്നെയാണ് പറയുക. ഏതൊരു ഇൻവെസ്റ്റിനേക്കാളും വില കൂടിയ രണ്ട് ലോകത്തും നമുക്ക് ഗുണപ്പെടുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മുടെ മക്കൾ. ആ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക, മികച്ച സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ അവരിലുള്ള കഴിവ്, ഇപ്പം നമുക്ക് ഒരു കാലത്തൊന്നും പ്രതീക്ഷിക്കാനല്ലേ, നമ്മളെ സ്വപ്നങ്ങൾക്കപ്പുറത്തായിരുന്നു 3 വയസ്സോ 4 വയസ്സൊക്കെ ആയ കുട്ടികൾ 1 ജ്യൂസ് 2 ജ്യൂസൊക്കെ കാണാതെ പഠിക്കുമെന്ന്. അതെല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ സാധിക്കുമോ? ഏതെങ്കിലും കുട്ടികളൊക്കെ ആ രീതിയിൽ വന്നാൽ അതൊരു അപൂർവ ജനുസായിട്ടെടുത്തിരുന്ന കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് അതൊക്കെ ഒരു സാധാരണ കാര്യമാണെന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ഈ സംവിധാനത്തിന് സാധിച്ചെങ്കിൽ അത് ഇവിടെ ചുമർത്തിയ സ്വാധീനം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന മാറ്റം വലിയ വിപ്ലവകരമായ മാറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയാറുണ്ട്, നമുക്ക് ശക്തനായ ശത്രുവിനെ നമുക്കൊരു പക്ഷേ തിരിച്ചറിയാൻ സാധിക്കും, തിരിച്ചറിഞ്ഞാൽ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചേക്കാം. എന്നാൽ കൂടെയുള്ള ചതിയനായ മിത്രത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിവ് മക്കളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു വേറിട്ട വിദ്യാഭ്യാസത്തിൻ്റെ രീതി പ്രാക്ടിക്കലായി ഏത് രീതിയിൽ നടപ്പാക്കാമെന്നതാണ് ഓരോ ദിവസവും ഈ സംവിധാനം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം സംവിധാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ചേർത്ത മക്കളൊന്നും സമൂഹത്തിന് മുമ്പിൽ നാളെ നമ്മളെ മുഖം കെടുത്തുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. അതിനനുകൂലമായ രീതിയിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളും അതിനനുകൂലമായ രീതിയിലാണ് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നത്. അതിന് ഇവിടുത്തെ ഉസ്താദുമാരെയും ഇവിടുത്തെ അധ്യാപികമാരെയും ഒക്കെ ഈ വേദിയിൽ വെച്ച് തന്നെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ സംതൃപ്തനാണ്. മക്കൾ വളർന്നു വരുമ്പം കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ട കാലികമായ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇനിയും ഒരുപാട് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട തുറാബ് സയ്യിദ് അവറുകളെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ, മറ്റു സാദാത്തുക്കൾ, ഈ യോഗത്തിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അറക്കൽ ബാബ സാഹിബ്, മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാർ, ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയത് ഈ മഹത്തായ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷികളാവാനാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അസേരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസികമായ ഹിമ്മത്തിൻ്റെ ഭാഗമായി ഇവിടെ സാധാരണ നിലയിൽ ZQ എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രാഥമികമായ ഒരു പ്രീ സ്കൂൾ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ZQ എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ് മുന്നോട്ട് പോവുക എന്നാൽ ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് സേവനം ചെയ്യാനുള്ള നല്ല മനസ്സും കഴിവുമുള്ള ആളുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആരാണ് സംസാരിക്കുന്നത്? ആരും വർത്താനം പറയണ്ട അവിടെ ഉണ്ടാ? ആരും മിണ്ടരുതിട്ടാ, ഇങ്ങോട്ട് നോക്കണേ. കോം എല്ലാവരും എഴുന്നേറ്റ കുട്ടികളൊക്കെ കോം. ആ ബലാണ് ഉഷാർ. ജിലിസ് കോം, ജിലിസ് കോം, യമീൻ അമാ, ഷിമാൽ അമാ, ജിലിസ്. ഇനി ആരും മിണ്ടരുതിട്ടാ. അപ്പൊ തീർച്ചയായും അൽഹംദുലില്ലാ ഒരു മനുഷ്യൻ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത സേവനമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകൾ ഹഫളഹുല്ലാഹു വറഅ ഇന്ത്യ രാജ്യത്ത് തുല്യതയില്ലാത്ത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതനാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ മാത്രം ഇപ്പൊ ഞാന് IAME-യുടെ ഒരു ഖാദിമാണ്. IAME എന്ന് പറഞ്ഞാൽ 300ഓളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 300ഓളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് ഇവിടെ. അതിന്റെ പ്രസിഡന്റാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ 300ഓളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോ ഇന്നലെ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കമ്മിറ്റി യോഗത്തില് ഉത്തരേന്ത്യയുടെ കണക്കെടുത്തപ്പോ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും മാത്രം 950 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമുക്ക് ആയിക്കഴിഞ്ഞു. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. എന്തുകൊണ്ട്? നേരത്തെ ബഹുമാനപ്പെട്ട ബാബാ സാഹിബ് പറഞ്ഞൊരു വരിയുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ തന്നെയാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് നന്നായാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ ഇൻവെസ്റ്റ്മെന്റ് മോശമായാലോ കാലാകാലം നമ്മളെ ജീവിതം നമ്മൾ തൊലഞ്ഞു പോകും, നമ്മൾ നഷ്ടത്തിലായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്ന ഈ ഒരു മൂലധനം അല്ലെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് എല്ലാ അർത്ഥത്തിലും വളരാൻ ആവശ്യമായ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ ആ മക്കളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം വളരെ വലുതാണ്. ഈ നൈസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട അസ്ഹരി ഇത് തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഖാദിസിയയിലൊക്കെ നിരന്തരം വന്ന് ഈ പ്രദേശത്തുള്ള പൈങ്ങോട്ടൂര്, ചേലാമ്പ്ര ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ നമ്മുടെ മദ്രസയിലാണ് അത് തുടങ്ങിയത്. പക്ഷെ ആ 2-3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ ZQ ഇതിന്റെ KG സെക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വഴിയാധാരമാക്കി മാറ്റരുത്, തുടർന്നുള്ള പഠനത്തിനും കൂടി അവസരം ഒരുക്കി തരണോ. അവസാനം അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രമഫലമായിട്ട് അദ്ദേഹം മാത്രമല്ല, നമ്മുടെ അസംകുട്ടി ഹാജിയും ബാബ ഹാജിയും അങ്ങനെ ഈ പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പ്രവർത്തകന്മാര് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് മനോഹരമായ ഒരു കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഭൂമിയും അതിനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായും നമ്മുടെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഈ സേവന പ്രവർത്തനം ചെയ്യുന്ന ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദിനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്കും നിങ്ങൾ എന്താണോ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് ഇനി 10ാം ക്ലാസ് വരെ നമുക്കിത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് ഉയർന്നു വരണം. എന്താണ്, നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഉണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞ്, എല്ലാവരും ജോലിക്ക് പോവേണ്ട സമയമാണ്, കുട്ടികളൊക്കെ സ്കൂളിൽ പോവേണ്ട സമയമാണ്.
അതുകൊണ്ട് നീട്ടുന്നില്ല. ഇതൊരു വലിയ ബർക്കത്തുള്ള മുഹൂർത്തമാണ്. ഒരുപാട് സാദാത്ത്